എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇതിൽ എളുപ്പത്തിലൊരു കറി ഇല്ലാന്ന് തോന്നുന്നു. പൂരിക്കും ചപ്പാത്തിക്കും എന്തിന് നമ്മുടെ നെയ് റോസ്റ്റിന് പോലും അടിപൊളി കോമ്പിനേഷനാണ്. നമ്മളിതിൽ ഉള്ളി വഴറ്റുന്നില്ല, എക്സ്ട്രാ ആയിട്ട് കടുക് വറുത്ത് പോലും ചേർക്കണ്ട. എല്ലാം കൂടി കുക്കറിലിട്ട് വിസിൽ വന്നാലും നമ്മുടെ കറി റെഡിയാവും. അത്രയും എളുപ്പത്തിലുള്ളൊരു കറിയാണ്. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും തയ്യാറാക്കിയെടുക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പം നമ്മുടെ പൂരി മസാല അല്ലെങ്കിൽ പൊട്ടാറ്റോ ഭാജി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വേണ്ടത്. വലിയ 3 ഉരുളക്കിഴങ്ങ് വേണം, 2 മീഡിയം സൈസിലുള്ള സവോള വേണം. തീരെ ചെറുതായതുകൊണ്ട് ഞാൻ 2 ചെറിയ സവോളയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് വേണം. ഇത് കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും തൊലിയോട് കൂടിയുള്ള ചെറിയ 2 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക് നല്ല സ്പൈസി ആയിട്ടും നല്ല മണമുള്ളതൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു കുക്കറിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കൂടാതെ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളകും ചേർത്ത് ചെറിയ തീയിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മാത്രം നമ്മളിത് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് തൊലിയോടുകൂടിയുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതി. ഇനി നമുക്ക് ചെറിയ തീയിൽ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനിയെല്ലാം വളരെ എളുപ്പമാണ്. നമുക്കിനി ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുള്ളി ചേർത്ത് കൊടുക്കാം. ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് പ്രഷർ കുക്കറിലൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ഏറ്റവും ചെറിയ തീയിൽ 2 വിസിലിനുമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. മൊത്തം 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ആവി പോയതിന് ശേഷം തുറന്ന് നോക്കുക. നല്ലപോലെ വെന്ത് കിട്ടണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ. അപ്പം അതിനനുസരിച്ച് വേണം വിസിലിൻ്റെ എണ്ണം വെക്കാനായിട്ട്. ഇതുപോലെ ഉടച്ച് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നല്ലപോലെ മാഷ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷവും ഒരു 2-3 മിനിറ്റ് നല്ലപോലെ തിളച്ച് തന്നെ ഇരിക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതൊക്കെ നല്ലപോലെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഒരു 2-3 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ കറി നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കണം. സാധാരണ പൂരി മസാല അല്ലെങ്കിൽ പൊട്ടാറ്റോ ഭാജിയിൽ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും 1 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതോടുകൂടി നമ്മുടെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കടുകൊക്കെ വറുത്ത് എല്ലാം കൂടി ഇട്ട് കുക്കറിൽ വിസിലടിച്ചെടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ഉള്ളി ഇടുന്ന സ്റ്റെപ്പ് തൊട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കടുക് വറുത്ത് ചേർത്താലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് പൂരിക്കും ചപ്പാത്തിക്കും നെയ് റോസ്റ്റിനൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ഗ്യാപ്പ് എടുക്കുന്നത്. ഞാൻ നേരത്തെ എടുത്തൊരു വ്ളോഗ് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടിട്ടപ്പോൾ നിങ്ങളൊക്കെ അത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്കൊരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.